ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ വിഷയങ്ങളില്ല എന്ന് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞു കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂറുമാറലുകളും കൂറുചേരലുകളും ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിപിടികളും ഒക്കെ ആയിട്ട്, അതായത് ഒരാൾ വിശ്വസിക്കുന്നു, ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു കാര്യം എടുത്താൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം ചെയ്യേണ്ട വീഡിയോ ആൾക്കാർക്ക് കിട്ടിക്കഴിയുമായിരിക്കും. പിന്നെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ വിവരം ഇന്ന് അറിയാൻ കഴിഞ്ഞു. അത് മനസ്സിന് വളരെ സങ്കടമാകുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും ഒരു തരത്തിൽ അതൊരു ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. അർജുൻ്റെ ഫാമിലിക്ക് ഒന്ന് ആശ്വസിക്കാം. കാരണം നമ്മൾ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷയാണ്. അവൻ ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ കാത്തുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. പക്ഷെ അതിന് ഒരു തീരുമാനം, അത് ഇന്നതാണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പേർക്കും ഒരുപാട് നന്ദി. കാരണം ആ ഒരു ഫാമിലിക്ക് വേണ്ടി ഇത്രയും ചെയ്ത എല്ലാ പേർക്കും, അതിൻ്റെ ആ വണ്ടിയുടെ ഉടമസ്ഥനാണെങ്കിലും അതിനൊപ്പം നിന്ന എല്ലാ പേർക്കും, കേട്ടോ, ആരും നിന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ മുകേഷ്, ഇടവേള ബാബു, പിന്നെ നമ്മുടെ സിദ്ദിഖ്, ഇവരുടെയൊക്കെ ഒളിച്ചോട്ടങ്ങളും അറസ്റ്റുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ വളരെ വിഷമകരം തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഒരു തരത്തിൽ നമ്മൾ ആരാധിച്ചിരുന്ന നടന്മാരാണ് ഇവരൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഒരുപാട് ആൾക്കാർ ഇവരിലൂടെ, അതായത് ഇവരെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഒരു റോൾ മോഡലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടുകാർക്കുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരുടെ ഇടയിലുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരെയൊക്കെ നമ്മൾ ഭയങ്കര സ്റ്റാറായിട്ട് അങ്ങ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റുകളുണ്ട്, അതിൻ്റെയൊക്കെ പരിണിത ഫലമാണിത്. ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവർ 100 വട്ടം പറയുന്നുണ്ട്, ഞങ്ങളുടെ തൊഴിലാണിത്. അപ്പോൾ അവർ പറയുന്നത് ഒരു തൊഴിലാണ് അവരുടെ, അത് അംഗീകരിച്ചു കൊടുക്കുക. അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. ഈ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും മാത്രം ഒരു മണ്ണിൽ നിന്നും വിണ്ണിൽ വന്ന താരങ്ങളെ ഇത്ര പൊക്കി നടക്കേണ്ട കാര്യമുണ്ട്? അവർ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലുള്ള തൊഴിലല്ലേ അവരും ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവർ ഉടനെ പറയുന്ന കാര്യം ഞങ്ങളുടെ തൊഴിലാണ്, ഞങ്ങളുടെ തൊഴിലിടമാണിത്. അപ്പോൾ തൊഴിൽ ചെയ്യുന്ന ഇപ്പോൾ ഇതിനെക്കാട്ടിലും റെസ്പോൺസിബിലിറ്റി ഉള്ള, ഇതിനെക്കാട്ടിലും ഒരുപാട് ബഹുമാനം അർഹിക്കുന്ന ഒരുപാട് മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മേഖലയിൽ നിന്നും കിട്ടുന്ന അതിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ പൊസിഷനിലെത്തിയിരിക്കുന്ന ഒരുപാട് മഹാന്മാരും ഒരുപാട് മഹതികളുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് പല സന്ദർഭങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പൊതു ചടങ്ങുകളോ അല്ലെങ്കിൽ ഒരു പൊതു കാര്യങ്ങളോ വരുമ്പോഴത്തേക്കും സാധാരണപ്പെട്ട ആൾക്കാരെ വിളിച്ച് അത് ഇനാഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാധാരണപ്പെട്ടവരെ വിളിച്ചിട്ട് അവിടെ ഒരു ബഹുമാന സ്ഥാനം അവർക്ക് കൊടുക്കാനോ നമ്മുടെ മലയാളികൾ പലപ്പോഴും മടിക്കാറുണ്ട്. പകരം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വന്ന താരങ്ങളെ അന്വേഷിച്ചാണ് നമ്മൾ പലപ്പോഴും ഓടാറുള്ളത്. അപ്പോൾ ഈ താരങ്ങൾക്ക് ആവശ്യമില്ലാത്ത പരിവേഷം കൊടുത്ത് ഇവരെ നമുക്ക് മേൽ വളർത്തിയിട്ട് ഇവരുടെ പുറകെ ഒരു സെൽഫി എടുക്കാൻ പോയ ഒരു ആൺകുട്ടിക്ക് സംഭവിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കോളേജിലെ നിയമവിദ്യാർത്ഥി, ഒരു സ്റ്റാർ, ഒരു ആക്ട്രസ് അവിടെ വന്നിരിക്കുന്ന സമയത്ത്, തെറ്റാണ്, പുള്ളി ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, ഒരു ഫോട്ടോയ്ക്ക് ഒരു സെൽഫിക്ക് വേണ്ടി. പക്ഷെ അവൻ്റെ പ്രായം, അവൻ്റെ ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന, അതായത് അവർക്ക് അത്രയും മാത്രം ചിലപ്പോൾ ഒരാളെ നമുക്ക് അത്രയും മാത്രം ഇതാക്കാൻ, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ വന്നതാകാം. ഒരുപാട് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ട് തോന്നും. അതിലുള്ള ആൾക്കാരെയൊക്കെ അവർ എന്തോ ഭയങ്കര ഒരു സംഭവമായിട്ട് മനസ്സിൽ കാണും. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ എന്തോ ആണ് അവൻ അന്ന് അങ്ങനെ കാണിച്ച്, അതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥി നേരിട്ട ഒരുപാട് അപമാനങ്ങളുണ്ട്. അവിടെ തുടർന്ന് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടായ കുറേ കാര്യങ്ങളുണ്ട്. അതേ നടി ഒരുപാട് ഇപ്പോൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ കാണുന്നില്ലേ അതേ നടി എന്താണ് കാണിക്കുന്നതെന്ന്. അതുപോലെ തന്നെ അവർ ഒരു ഫിലിമിൻ്റെ, ഞാനിപ്പോൾ ഇടയ്ക്ക് കണ്ടു, കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഒരു ഫിലിം കണ്ടതിന് ശേഷം നമ്മുടെ ആസിഫ് അലിയെ കെട്ടി പുണർന്ന് എത്ര പിടിച്ചിട്ടും മതിയാവാത്ത അപർണ ബാലമുരളിയെ നമുക്കവിടെ കാണാൻ പറ്റി.
അതും ഒരാണ് തന്നെയല്ലേ. ആസിഫ് അലി എന്ന് പറയുന്നതും ഒരാണ് തന്നെയല്ലേ. അത് നമ്മുടെ അപർണ ബാലമുരളിയുടെ മറ്റടുത്ത ഹസ്ബൻഡോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ ഒന്നുമല്ലല്ലോ. അയാളും ഒരു വേറൊരു മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ അയാളുടെ ശരീരത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അപർണ ബാലമുരളിക്ക് അപ്പോഴും ഉണ്ടാകുമല്ലോ ഇതുപോലെയുള്ള ഒരു ഒരു അന്യപുരുഷൻ എൻ്റെ ശരീരം തൊട്ടതിനുള്ള ഒരു ഫീലിങ്സ് അന്നവർക്കത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ന്യായം വേണം എന്ന് പറയുന്നത് സത്യമാണ്. പിന്നെ നമ്മുടെ സിദ്ദിഖ, എൻ്റെ ദൈവമേ, നമ്മുടെ ദിലീപിൻ്റെ കേസിൽ എന്തായിരുന്നു പുള്ളിയുടെ ഒരു പരിവേഷം. അയ്യോ, എനിക്ക് അങ്ങനെ ചെയ്യും, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും, അത് മറ്റൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഭയങ്കര ഘോരമായി പ്രസ്താവിച്ച ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്ന ആൾ. പുള്ളി എവിടെ പോയി? പുള്ളി ഇപ്പോൾ അറസ്റ്റിലോ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകും എന്നുള്ളത് അയാൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖും KPC ലളിതയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, നമ്മുടെ ദിലീപിൻ്റെ വിഷയത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സിദ്ദിഖ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ നമ്മൾ കേൾക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പുള്ളി ചെയ്ത കാര്യങ്ങൾക്ക് നേരത്തെ ജാമ്യം എടുത്തതുപോലെ ഒരു ഇൻ്റർവ്യൂ. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അത് പ്രതികരിക്കണം, അപ്പോഴും തന്നെ നിങ്ങൾ അവൻ്റെ കവിളിൽ അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ട് അപ്പോഴും പ്രതികരിച്ചില്ല? നിങ്ങൾ ഈ ചോദിക്കുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീക്ക് ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവൾ ദിവസങ്ങളോ വർഷങ്ങളോ കാത്തിരുന്ന് ഒരു സമൂഹം മുഴുവനും അവളുടെ കൂടെ നിന്ന്, മാധ്യമങ്ങൾ മുഴുവനും അവളുടെ കൂടെ നിന്ന്, പോലീസ് പ്രൊട്ടക്ഷൻ മുഴുവനും അവളുടെ കൂടെ നിന്ന്, എന്നിട്ട് അവൾ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നാൽ പോലും അവളെ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. അവൾക്ക് അവിടെ ഒരു അംഗീകാരവും കിട്ടുന്നില്ല, പകരം അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരു സംഭവം സംഭവിച്ച് അവൾ പെട്ടെന്ന് വന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വന്ന് എന്തെങ്കിലും തുറന്നു പറച്ചിലുകളോ നടത്തി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സമൂഹം ഒന്നാടെ പറ്റത്തോടു കൂടി പോയി പരാതി പറഞ്ഞാൽ പോലും നമ്മുടെ ഈ നാണംകെട്ട ഇടതുപക്ഷ സർക്കാരിൽ നിന്നും നമുക്ക് ഒരു ന്യായവും ഒരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല. പിണറായി സർക്കാർ ഇത്രയും വേസ്റ്റ് സർക്കാർ. ഞാനൊരു ഇടതുപക്ഷ അനുഗാമി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു പാർട്ടിയെ തന്നെ വെറുപ്പിച്ചു കളഞ്ഞു. ആ പാർട്ടിയെ തന്നെ ഈ ഒരു മനുഷ്യൻ വെറുപ്പിച്ച് കളഞ്ഞു. ഇത്രയും ഒരു നാണവും ഇല്ലാതെ ഇപ്പോഴും അവിടെ കയറിയിരിക്കുക. എന്തൊരു കാര്യത്തിന് ഒരു വിഷയം വന്നാലും ഇയാളിൽ നിന്ന് അതിന് എതിരായിട്ടുള്ള ഒരു ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് ബലാത്സംഗ കേസായിരുന്നാലും ശരി തന്നെ, കൊലപാതകമായിരുന്നാലും ശരി, ഇയാളിൽ നിന്നും ഒരു നീതി ലഭിക്കുമെന്ന് നമ്മുടെ മലയാള ജനത കരുതുകയേ വേണ്ട. അങ്ങനെ ഒരു നീതി ഈ മനുഷ്യൻ ആ ഒരു കസേരയിൽ ഇരിക്കുന്നിടത്തോളം ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നില്ല. ഇനി നമ്മുടെ ഇടതുപക്ഷം ഏത് മന്ത്രി വരുന്നു അല്ലെങ്കിൽ ആര് വരുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു പാർട്ടിക്കാരെ ന്യായീകരിക്കുന്നില്ല. ഒരു പാർട്ടിയിൽ നിന്നും നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് ഉതകുന്ന ഒരു ന്യായമായ പ്രവൃത്തിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, പിണറായി സർക്കാരിനെ പോലെ ഒരു വേസ്റ്റ് സർക്കാർ ഇനി ഉണ്ടാവാൻ വളരെ സാധ്യത കുറവായിരിക്കും. കാരണം അത്രയും വൃത്തികെട്ട ഒരു സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴുള്ളത് എന്ന് ധൈര്യമായിട്ട് തന്നെ പറയാം. അതിനെ ഇനി എന്തൊക്കെ എനിക്കിനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബാഡ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് പറയണ്ടേ? അല്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചിട്ട് ഊമയെ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ എന്താണോ അത് നമ്മൾ തുറന്ന് പറയാം. അതിനാണ് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉള്ളത്. യൂട്യൂബും ഇൻസ്റ്റയും ടിക്ടോക്കും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ നമ്മൾ വെറുതെ ഈ പാട്ടും അതും ഇതും മാത്രമൊക്കെ ചെയ്യാൻ പോരാ. എന്താണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പോൾ അതിനൊരു അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ തുറന്ന് പറയുക, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് തുറന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.